ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 29-ാമത്തെ അധ്യായം, അതിലെ 72-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ഏകോനവിംശോऽധ്യായः. പ്രാചീനബർഹിരുവാച ഭഗവംസ്തേ വചോസ്മാഭിർന സമ്യഗവഗമ്യത്തെ കവയസ്തദ്വിജാനന്തി ന വയം കർമ്മമോഹിതാഃ. നാരദ ഉവാച പുരുഷം പുരഞ്ജനം വിദ്യാദ്യദ്വ്യനക്ത്യാത്മനഃ പുരം ഏകദ്വിത്രിച്ചതുഷ്പാദം ബഹുപാദമപാദകം. യോ വിജ്ഞാതാഹൃതസ്തസ്യ പുരുഷസ്യ സഖേശ്വരഃ യന്ന വിജ്ഞായതേ പുംഭിർനാമഭിർവാ ക്രിയാഗുണൈഃ. ബുദ്ധിം ദുഃപ്രമദാം വിദ്യാൻ മമാഹമിതി യൽകൃതം യാമധിഷ്ഠായ ദേഹേസ്മിൻ പുമാൻ ഭുങ്ക്തേക്ഷഭിർഗുണാൻ. സഖായ ഇന്ദ്രിയഗണാ ജ്ഞാനം കർമ്മ ച യൽകൃതം സഖ്യസ്തദ്വൃത്തയഃ പ്രാണ പഞ്ചവൃത്തിർയഥോരഗഃ. അക്ഷിണീനാസികേ കർണൗ മുഖം ശിശ്നഗുദാവിതി ദ്വേ ദ്വേ ദ്വാരൗ ബഹിര്യാതി യസ്തദിന്ദ്രിയ സംയുതഃ. അക്ഷിണീനാസികേ ആസ്യമിതി പഞ്ച പുരകൃതാ ദക്ഷിണാ ദക്ഷിണകർണ ഉത്തരാ ചോത്തരസ്മൃത. പശ്ചിമേ ഇത്യധോദ്വാരൗ ഗുദം ശിശ്നമിഹോച്യത്തെ ഖദ്യോദാവിർമുഖീ ചാത്ര നേത്രേ ഏകത്ര നിർമ്മിതേ. രൂപം വിഭ്രാജിതം താഭ്യാം വിചഷ്ടേ ചക്ഷുഷേശ്വരഃ. നളിനീ നാളിനീ നാസേ ഗന്ധഃ സൗരഭ ഉച്യത്തെ ഘ്രാണോവധൂതോ മുഖ്യാസ്യം വിപന്നോ വാഗ്രസദ്വിദ്രസഃ. ആപണോ വ്യവഹാരോത്ര ചിത്രമന്ധോ ബഹൂദനം പിതൃഹുർദക്ഷിണകർണ ഉത്തരോ ദേവഹൂ സ്മൃതഃ. പ്രവൃത്തം ച നിവൃത്തം ച ശാസ്ത്രം പഞ്ചാലസംജ്ഞിതം പിതൃയാനം ദേവയാനം ശ്രോത്രാത് ശ്രുതിധരാത് വ്രജേത്. ആസുരീമേഢ്രമർവാഗ്ദ്വിയാവ്യവായോ ഗ്രാമിണാം രതിഃ ഉപസ്ഥോ ദുർമദ പ്രോക്തോ നിർത്തിർഗുദ ഉച്യത്തെ. വൈശസം നരകം പായുർലുബ്ധകോന്ധൗ മേ ശൃണു ഹസ്തപാദൗ പുമാംസ്താഭ്യാം യുക്തോ യാതി കരോതി ച. അന്തഃപുരം ച ഹൃദയം വിഷൂചിർമന ഉച്യത്തെ തത്ര മോഹം പ്രസാദം വാ ഹർഷം പ്രാപ്നോതി തൽഗുണൈഃ. യഥാ യഥാ വിക്രിയത്തെ ഗുണാക്തോ വികരോതി വാ തഥാ തഥോപദ്രഷ്ടാത്മാ തദ്വൃത്തിരനുകാര്യത്തെ. ദേഹോ രഥസ്ത്വിന്ദ്രിയാശ്വ സംവത്സരരയോ ഗതിഃ ദ്വികർമ്മചക്രസ്ത്രിഗുണധ്വജ പഞ്ചാസു ബന്ധുരഃ. മനോരശ്മിർബുദ്ധിസൂതോ ഹൃന്നീഡോ ദ്വന്ദ്വകൂബരഃ പഞ്ചേന്ദ്രിയാർത്ഥപ്രക്ഷേപ സപ്തധാതുവരൂഥകഃ. ആകൂതിർവിക്രമോ ബാഹ്വ്യോ മൃഗദൃഷ്ടാം പ്രധാവതി ഏകാദശേന്ദ്രിയ ചമൂഃ പഞ്ചസൂനാ വിനോദകൃത്. സംവത്സരശ്ചണ്ഡവേഗക്കാലോ യേനോപലക്ഷിതഃ തസ്യാഹാനീഹ ഗന്ധർവാ ഗന്ധർവ്യോ രാത്രയ സ്മൃതാഃ. ഹരന്ത്യായുപരിക്രാന്ത്യാ ഷഷ്ട്യുത്തരശതത്രയം. കാലകന്യാജരാ സാക്ഷാൽ ലോകസ്താം നാഭിനന്ദതി സ്വസ്വാരം ജഗൃഹേ മൃത്യു ക്ഷയായ യവനേശ്വരഃ. ആധയോ വ്യാധയസ്തസ്യ സൈനികായവനാശ്ചരാः ഭൂതോപസർഗാശുരയഃ പ്രജ്വാരോ ദ്വിവിധോ ജ്വരഃ. ഏവം ബഹുവിധൈർദുഃഖൈർദൈവഭൂതാത്മസംഭവൈः ക്ലിശ്യമാനം ശതം വർഷം ദേഹേ ദേഹീത്തമോ വൃതഃ. പ്രാണേന്ദ്രിയമനോധർമാനാത്മന്യധ്യാസ്യ നിർഗുണഃ ശേതേ കാമലവാന്ധ്യായൻ മമാഹമിതി കർമ്മകൃത്. യദാത്മാനമവിജ്ഞായ ഭഗവന്തം പരം ഗുരും പുരുഷസ്തു വിഷജേത ഗുണേഷു പ്രകൃതേ സ്വദൃക് ഗുണാഭിമാനീ സ തദാ കർമാണി കുരുതേ വശഃ. ശുക്ലം കൃഷ്ണം ലോഹിതം വാ യഥാ കർമാഭിജായത്തെ. ശുക്ലാത് പ്രകാശഭൂയിഷ്ഠാൻ ലോകാനാപ്നോതി കർഹിച്ചിൽ ദുഃഖോദർക്കാൻ ക്രിയായാസാം സ്തമ ശോകോൽക്കടാൻ ക്വചിൽ. ക്വചിൽ പുമാൻ ക്വചിച്ച സ്ത്രീ ക്വചിന്നോ ഭയമന്ധധീ ദേവോ മനുഷ്യസ്ഥിര്യഗ്വാ യഥാ കർമ്മഗുണം ഭവഃ. ക്ഷുൽപരീതോ യഥാ ദീനഃ സാരമേയോ
ഗൃഹം ഗൃഹം ചരൻ വിന്ദതി ആദിഷ്ടം ദണ്ഡമോദനമേവ വാ തഥാ കാമാശയോ ജീവ ഉച്ചാവച പഥാഭ്രമൻ ഉപര്യധോ വാ മധ്യേ വാ യാതി ദിഷ്ടം പ്രിയാ പ്രിയം. ദുഃഖേഷ്വേകതരേണാപി ദൈവഭൂതാത്മഹേതുഷു ജീവസ്യ ന വ്യവച്ഛേദ സ്യാച്ചേത്തൽ പ്രതിക്രിയാഃ യഥാ ഹി പുരുഷോ ഭാരം ശിരസാ ഗുരുമുദ്വഹൻ തം സ്കന്ധേന സ ആധത്തെ തഥാ സർവാ പ്രതിക്രിയാ. നൈകാന്തത പ്രതീകാരകർമ്മണാം കർമ്മ കേവലം ദ്വയം ഹ്യവിദ്യോപസൃതം സ്വപ്നേ സ്വപ്ന ഇവാനഘ. അർത്ഥേ ഹ്യവിദ്യമാനേപി സംസൃതിർന നിവർത്തതേ മനസാ ലിംഗരൂപേണ സ്വപ്നേ വിചരതോ യഥാ അഥാത്മനോർത്ഥഭൂതസ്യ യതോനർത്ഥപരമ്പരാ സംസൃതിസ്തദ്വ്യവച്ഛേദോ ഭക്തിയാ പരമയാ ഗുരൗ. വാസുദേവേ ഭഗവതി ഭക്തിയോഗസമാഹിതഃ സധ്രീചീനേന വൈരാഗ്യം ജ്ഞാനം ജനയിഷ്യതി. സോചിരാദേവരാജശ്രേ സ്യാദച്യുതകഥാശ്രയഃ ശൃണ്വത ശ്രദ്ധധാനസ്യ നിത്യദാ സ്യാദധീയതഃ. യത്ര ഭാഗവതാ രാജൻ സാധവോ വിശദാശയാഃ ഭഗവത്ഗുണാനുകഥന ശ്രവണവ്യഗ്രചേതസഃ തസ്മിൻ മഹന്മുഖരിതാ മധുപിച്ചരിത്രപീയൂഷശേഷസരിത പരിതസ്രവന്തി താ യേ പിബന്ത്യവിതൃശോ നൃപഗാഠകർണൈസ്താന്ന സ്പൃശന്ത്യശനതൃഡ്ഭയശോകമോഹാ. ഏതൈരുപദ്രുതോ നിത്യം ജീവലോകസ്വഭാവജൈഃ ന കരോതി ഹരേർനൂനം കഥാമൃതനിധൗ രതിം. പ്രജാപതിപതിഃ സാക്ഷാത് ഭഗവാൻ ഗിരിശോ മനുഃ ദക്ഷാദയ പ്രജാധ്യക്ഷാ നൈഷ്ഠികാ സനകാദയഃ. മരീചിരത്ര്യംഗിരസോ പുലസ്ത്യപുലഃ ക്രതുഃ ഭൃഗുർവസിഷ്ഠ ഇത്യേതേ മദന്താ ബ്രഹ്മവാദിനഃ. അദ്യാപി വാചസ്പതയസ്തപോ വിദ്യാസമാധിഭിഃ പശ്യന്തോപി ന പശ്യന്തി പശ്യന്തം പരമേശ്വരം. ശബ്ദബ്രഹ്മണി ദുഷ്പാരേ ചരന്ത ഉരുവിസ്തരേ മന്ത്രലിംഗൈർവ്യവച്ഛിന്നം ഭജന്തോ ന വിദുഃ പരം. യദായമനുഗൃഹ്ണാതി ഭഗവാനാത്മഭാവിതാഃ സ ജഹാതി മതിം ലോകേ വേദേന പരിനിഷ്ഠിതാം. തസ്മാത് കർമ്മസു ബർഹിഷ്മൻ അജ്ഞാനാദർത്ഥകാശിഷു മാർത്ഥദൃഷ്ടിം കൃതാഃ ശ്രോത്രസ്പശ്യശ്വസ്പൃഷ്ടവസ്തുഷു. സ്വം ലോകം ന വിദുസ്തേ വൈ യത്ര ദേവാ ജനാർദ്ദനഃ ആഹുർധൂമ്രധിയോ വേദം സകർമ്മകമതദ്വിദഃ. ആസ്തീര്യദർഭൈഃ പ്രാഗഗ്രൈഃ കാസ്നേന ക്ഷിതിമണ്ഡലം സ്തബ്ധോ ബൃഹദ്വധാന്മാനീ കർമ്മ നാവൈഷി യത്പരം തൽക്കർമ്മ ഹരിതോഷം യൽ സാ വിദ്യാ തന്മതിർയയാ. ഹരിർദേഹഭൃതാമാത്മാ സ്വയം പ്രകൃതിരീശ്വരഃ തൽപാദമൂലം ശരണം യദക്ഷേമോ നൃണാമിക. സ വൈ പ്രിയതമശ്ചാത്മാ യതോ ന ഭയമണ്വപി ഇതി വേദ സ വൈ വിദ്വാൻ യോ വിദ്വാൻ സ ഗുരുർഹരിഃ. നാരദ ഉവാച പ്രശ്ന ഏവം ഹി സംഛിന്നോ ഭവത പുരുഷർഷഭ അത്ര മേ വദതോ ഗുഹ്യം നിശാമയ സുനിശ്ചിതം. ക്ഷുദ്രഞ്ജരം സുമനസം ശരണേ മിഥിത്വാ രക്തം ഷഡാംഘ്രിഗണ സാമസുലുബ്ധകർണം അഗ്രേ വൃകാനസുതൃപോ വിഗണയ്യ യാന്തം പൃഷ്ഠോ മൃഗം മൃഗയലുബ്ധകബാണഭിന്നം. സത്വം വിചക്ഷ്യ മൃഗചേഷ്ടിതമാത്മനോന്തശ്ചിത്തം നിയച്ഛ ഹൃദി കർണധുനീം ചിത്തേ ജഹ്യം ഗനാശ്രമസ അസത്തമയൂഥഗാഥം പ്രീണീഹി ഹംസശരണം വിരമക്രമേണ. രാജോവാച ശ്രുതമന്വീക്ഷിതം ബ്രഹ്മൻ ഭഗവാൻ യദഭാഷത നൈത ജാനന്ത്യുപാധ്യായാ കിം ന ബ്രൂയുർവിദുര്യതി. സംശയോത്ര തുമേ വിപ്രസംഛിന്നസ്തൽകൃതോ മഹാൻ ഋഷയോപി ഹി മുഹ്യന്തി യത്ര നേന്ദ്രിയവൃത്തയഃ. കർമ്മണ്യാരഭതേ യേന പുമാനിഹ വിഹായതം അമുത്രാണ്യേന ദേഹേന ജുഷ്ടാനി സയശത് യദശ്നുതേ ഇതി വേദവിദം വാദം ശ്രൂയത്തെ യത്ര തത്ര
തത്ര തത്ര കർമ്മയൽ ക്രിയതേ പ്രോക്തം പരോക്ഷം ന പ്രകാശത്തെ. നാരദ ഉവാച യേനൈവാരഭതേ കർമ്മ തേനൈവാമുത്ര തൽപുമാൻ ഭുങ്ക്തേ ഹ്യവ്യവധാനേന ലിംഗേന മനസാ സ്വയം. ശയാനമിവമുത്സൃജ്യ ശ്വസന്തം പുരുഷോ യഥാ കർമാത്മന്യാഹിതം ഭുങ്ക്തേ താദൃശേനേതരേണ വാ. മമൈതേ മനസാ യദ്യസാവഹമിതി ബ്രുവൻ ഗൃഹീയാത് തത്പുമാൻ രാദ്ധം കർമ്മയേന പുനർഭവഃ. യഥാനുമീയതേ ചിത്രമുഭയൈരിന്ദ്രിയേഹിതൈഃ ഏവം പ്രാഗ്ദേഹജം കർമ്മ ലക്ഷ്യതേ ചിത്തവൃത്തിഭിഃ. നാനുഭൂതം ക്വചാനേന ദേഹേനാദൃഷ്ടമശ്രുതം കദാചിതുപലഭ്യേത യദ്രൂപം യാദൃഗാത്മനി. തേനാസ്യ താദൃശം രാജൻ ലിംഗിനോ ദേഹസംഭവം ശ്രദ്ധസ്വാനനുഭൂതോർത്ഥോ ന മനഃസ്പ്രഷ്ടുമർഹതി. മനേവ മനുഷ്യസ്യ പൂർവരൂപാണി ശംസതി ഭവിഷ്യതശ്ച ഭദ്രം തേ തഥൈവ ന ഭവിഷ്യതഃ. അദൃഷ്ടമശ്രുതം ജാത്ര ക്വചിന്മനസി ദൃശ്യത്തെ യഥാ തഥാനുമന്തവ്യം ദേശകാലക്രിയാശ്രയം. സർവേ ക്രമാനുരോധേന മനസീന്ദ്രിയഗോചരാः ആയാന്തി വർഗശോ യാന്തി സർവേ മനസോ ജനാः. സത്വൈകനിഷ്ഠേ മനസി ഭഗവത് പാർശ്വവർത്തിനി തമശ്ചന്ദ്രമസി വേദം ഉപരജ്യാവഭാസത്തെ. നാഹം മമേതി ഭാവോയം പുരുഷേ വ്യവധീയത്തെ യാവത് ബുദ്ധിമനോക്ഷാർത്ഥഗുണവ്യൂഹോ ഹ്യനാദിമാൻ. സുപ്തിമൂർച്ഛോപതാപേഷു പ്രാണായനവിഘാതതഃ നേഹദേഹമിതി ജ്ഞാനം മൃത്യുപ്രജ്വാലയോരപി. ഗർഭേ ബാല്യോപ്യപൗഷ്കല്യാദേശ ഏകാദശവിധം തദാ ലിംഗം ന ദൃശ്യത്തെ യൂനഃ കുഹ്വം ചന്ദ്രമസോ യഥാ. എന്താണ് അവസാനം എടുത്ത ശ്ലോകം? ഗർഭേ ബാല്യേപ്യപൗഷ്കല്യാത് ഏകാദശവിധിം തദാ ഗർഭേ ബാല്യേപ്യപൗഷ്കല്യാദേകാദശവിധം തദാ ലിംഗം ന ദൃശ്യതേ യൂനഃ കുഹ്വാം ചന്ദ്രമസോ യഥാ. അമാവാസി നാളിൽ ആ ചന്ദ്രൻ്റെ ബിംബം കാണാത്തതുപോലെ ആ ഗർഭാവസ്ഥ, ആ ബാല്യാവസ്ഥയിൽ ആ 11 പ്രകാരത്തിൽ വർത്തിക്കുന്ന ആ ലിംഗശരീരം യുവാവിനെന്ന പോലെ കാണപ്പെടുന്നില്ല. ആ ഗർഭസ്ഥ അവസ്ഥയിലും ബാല്യാവസ്ഥയിലും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ശക്തി വളർച്ച പ്രാപിച്ചിട്ടില്ലായകയാലാണ് ആ അഹങ്കാരം ഉടലെടുക്കാത്തത്. ഇതിന് ദൃഷ്ടാന്തം അമാവാസി നാളത്തെ ചന്ദ്രൻ്റെ അവസ്ഥ. സ്ഥൂല ശരീരം നശിച്ചാൽ പോലും വിഷയാസക്തി ഉപേക്ഷിക്കാത്തിടത്തോളം ലിംഗശരീരത്തിന് സംസാരമോചനം ഇല്ല. സ്വപ്നത്തിലെ അയഥാർത്ഥ വസ്തു വിട്ടുപിരിയാത്ത പ്രകാരം ആണിത്. ഉണർന്നാലും കുറേനേരം അതിൽ നിലനിൽക്കാറുണ്ടല്ലോ. അപ്രകാരം ആഗ്രഹങ്ങൾ മരണശേഷവും ലിംഗശരീരത്തിൽ ലീനമായി കിടക്കുന്നു. പാഞ്ചഭൗതികമായിരിക്കുന്ന സ്ഥൂല ശരീരത്തിനല്ല, സൂക്ഷ്മമായ ലിംഗശരീരത്തിനാണ് അഹങ്കാരാദി ഭാവങ്ങളുള്ളത്. അവ ശമിക്കുന്നത് വരെ സംസാരമോചനമില്ല. അതുതന്നെ പുനർജന്മത്തിനും ഹേതുവായിട്ട് തീരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. ഏവം പഞ്ചവിധം ലിംഗം ത്രിവൃത് ഷോഡശ വിസ്തൃതം ഏഷ ചേതനയായുക്തോ ജീവ ഇത്യഭിധീയതേ. ഏവം പഞ്ചവിധം ലിംഗം ത്രിവൃത് ഷോഡശ വിസ്തൃതം ഏഷ ചേതനയായുക്തോ ജീവ ഇത്യഭിധീയതേ. ഇപ്രകാരം 5 വിധം ഉള്ള ആ ലിംഗശരീരം ഷോഡശ വിസ്തൃതം 16 വികസിച്ചു. 3 അവയവമുള്ളതായിട്ട് തീർന്നു ആ ലിംഗശരീരം. ഇത് ചേതനയോടുകൂടി ചേർന്നിട്ട് ആ ജീവൻ എന്ന് അറിയപ്പെടുന്നു. ഇപ്രകാരം ഉള്ള
5 വിധം ഉള്ള പഞ്ചവിധം ലിംഗം, 5 വിധമുള്ള 16 വികസിച്ച ത്രിവൃത് 3 അവയവങ്ങളുള്ളത് ആയിട്ടുള്ള ലിംഗശരീരം. ഏഷ ഇത് ചേതനയോടുകൂടി ചേർന്ന് ജീവൻ എന്ന് അറിയപ്പെടുന്നു. പഞ്ചതന്മാത്രകളും ത്രിഗുണങ്ങളുടെ വികാരങ്ങളും ചേർന്ന് 16 പരിണമിച്ചതാണ് ലിംഗശരീരം. അതാണ് പഞ്ചവിധം. ഇപ്രകാരം 5 വിധമുള്ളതും 16 വികസിച്ചതും എന്ന് പറയാനുള്ള കാര്യം. പഞ്ചതന്മാത്രകൾ ശബ്ദം, സ്പർശം, രൂപം, ഗന്ധം. ശബ്ദം, സ്പർശം, രൂപം, ഗന്ധം, ഒന്നും കൂടി ഉണ്ടല്ലോ, രസം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 5 തന്മാത്രകൾ ആ ത്രിഗുണങ്ങളുടെ വികാരങ്ങൾ ചേർന്നിട്ട് 16 പരിണമിച്ചിരിക്കുന്നു ലിംഗശരീരം. അതിനോട് ചൈതന്യവും കൂടി യോജിച്ചാൽ അതാണ് ജീവനെന്ന് അറിയപ്പെടുന്നത്. ഈ പഞ്ചഭൂതങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചപ്രാണങ്ങൾ ഇവ ചേർന്നിട്ട് അതും മനസ്സും ചേർന്നതാണ് ലിംഗശരീരം. അതിനോട് കൂടിയിട്ട് ചൈതന്യവും കൂടി യോജിച്ചാൽ അതാണ് ജീവൻ എന്നറിയപ്പെടുന്നത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവയാണ് ആ തന്മാത്രകൾ. ഈ തന്മാത്രകളും ദശേന്ദ്രിയങ്ങളും 10 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ചേർന്നതാണ് ലിംഗശരീരം. ചേതനായുക്തമായാൽ അതാണ് ജീവൻ. അതിൽ ചൈതന്യം വന്നു ചേർന്നാൽ അതാണ് ജീവൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏവം പഞ്ചവിധം ലിംഗം, ഇപ്രകാരം ത്രിവൃത് ഷോഡശമേവ വിസ്തൃതം, 3 അവയവങ്ങൾ, അതായത് ത്രിഗുണങ്ങൾ, 3 അവയവങ്ങൾ ഉള്ള 16 വിധത്തിലുള്ള, ഇങ്ങനെ 5 വിധമുള്ളതും 16 വികസിച്ചതും 3 അവയവങ്ങളും ഉള്ളതായിട്ടുള്ളതാണ് ലിംഗശരീരം. ഇത് ചേതനയോട് ചേർന്നാൽ ഇതിനെ ജീവൻ എന്ന് അറിയപ്പെടുന്നു. എന്നുകൂടി പറയാം. ഏവം ഇങ്ങനെ പഞ്ചവിധം, 5 വിധമുള്ളതും. ഇതാണ് ശ്ലോകത്തിൻ്റെ ആ പദങ്ങൾ വരുന്നത്. ഏവം ഇങ്ങനെ, പഞ്ചവിധം അങ്ങനെ, 5 വിധമുള്ളതും, ഷോഡശവിസ്തൃതം 16 വികസിച്ചതും, ത്രിവൃത് 3 അവയവങ്ങളുള്ളതും ആയ ലിംഗം, ലിംഗശരീരം. ഏഷഃ ഇത് ചേതനയാ, ഏഷഃ ഇത് ചേതനയാ, ചേതനയോട് യുക്തഃ ചേർന്നാൽ, ജീവഃ ഇതി ജീവനെന്ന് അഭിധീയതേ അറിയപ്പെടുന്നു. എന്നുകൂടി പറയാം. ഏവം ഇങ്ങനെ പഞ്ചവിധം 5 വിധമുള്ളതും, ഷോഡശവിസ്തൃതം 16 വികസിച്ചതും, ത്രിവൃത് 3 അവയവങ്ങളുള്ളതും ആണ് ലിംഗം, ലിംഗശരീരം. ഏഷഃ ഇത് ചേതനയാ ചേതനയോട് യുക്തഃ ചേർന്നാൽ, ജീവഃ ഇതി ജീവനെന്ന് അഭിധീയതേ അറിയപ്പെടുന്നു. അപ്പോൾ ഏവം പഞ്ചവിധം ഷോഡശവിസ്തൃതം ത്രിവൃത് ലിംഗം ഏഷഃ ചേതനയാ യുക്തഃ ജീവഃ ഇതി അഭിധീയതേ. എന്നുകൂടി പറയാം. ഏവം പഞ്ചവിധം ഷോഡശവിസ്തൃതം ത്രിവൃത് ലിംഗം ഏഷഃ ചേതനയാ യുക്തഃ ജീവ ഇതി അഭിധീയതേ. ഇങ്ങനെ 5 വിധമുള്ള ഇതും 16 വികസിച്ചതും 3 അവയവം ഉള്ളതും ആണ് ലിംഗശരീരം. ഇത് ചേതനയോട് യുക്തമായി ചേർന്നാൽ ജീവനെന്ന് അറിയപ്പെടുന്നു. പഞ്ചതന്മാത്രകളും ത്രിഗുണങ്ങളുടെ വികാരങ്ങളും ചേർന്ന് 16 പരിണമിച്ചതാണ് ലിംഗശരീരം. അതിനോട് ചൈതന്യം കൂടി യോജിച്ചാൽ അതാണ് ജീവൻ എന്നറിയപ്പെടുന്നത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവയാണല്ലോ തന്മാത്രകൾ. ഈ തന്മാത്രകളും ദശേന്ദ്രിയങ്ങളും മനസ്സും ചേർന്നതാണ് ലിംഗശരീരം. ചേതനായുക്തമായാൽ അതാണ് ജീവൻ. ഈ ചേതന അനിർവചനീയമാണ്, ഈശ്വരാംശം തന്നെ എന്ന് അദ്വൈതികൾ പറയുന്നു. ചേതനയുടെ യഥാർത്ഥ സ്വഭാവം അജ്ഞാതമാണ്. ജീവൻ്റെ സ്വഭാവത്തെപ്പറ്റി വേദാന്ത ശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ആ സർവ തത്വങ്ങളുടെയും സഹായത്താൽ മാത്രമേ ഈ വാക്യം വ്യാഖ്യാനിക്കാൻ ഒക്കൂ. ചുരുക്കി പറഞ്ഞാൽ, ന ച തേജ പ്രഭൃതീനാം
സൃഷ്ടൗ ജീവസ്യ പൃഥക് സൃഷ്ടി ശ്രുതാ യേന പരസ്മാദാത്മനോന്യസ്തദ്വികാരോ ജീവഃ സ്യാത് കാശകൃഷ്ണസ്യാചാര്യസ്യ അവികൃതഃ പരമേശ്വരോ ജീവോ നാന്യഃ എന്നാണ് മതം. വേദസൂത്രത്തിൽ പറയണത് എന്നതിൻ്റെ ആചാര്യ തേജസ്സും മറ്റും സൃഷ്ടിച്ച കൂട്ടത്തിൽ, തേജസ്സിനെയും മറ്റും സൃഷ്ടിച്ച കൂട്ടത്തിൽ എന്നുള്ളതാണെന്ന് തേജ പ്രഭൃതീന്യസ്തദ്വികാരോ ജീവസ്യാത്, തേജസ്സും മറ്റും സൃഷ്ടിച്ച കൂട്ടത്തിൽ ജീവനെ സൃഷ്ടിച്ചതായിട്ട് പറഞ്ഞിട്ടില്ല. എന്നുവെച്ച തേജ പ്രഭൃതീനാം സൃഷ്ടൗ ജീവസ്യ പൃഥക്, അങ്ങനെ ആ പറഞ്ഞിരുന്നുവെങ്കിൽ ജീവൻ പരമാത്മാവിൽ നിന്ന് വ്യത്യസ്തമാകുമായിരുന്നു. പൃഥക് സൃഷ്ടിശ്രുതായേന പരസ്മാദാത്മനോ ന്യസ്തദ്വികാരോ ജീവസ്യാത്, വ്യത്യസ്തനാകുമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പരമാത്മാവിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. കാശകൃഷ്ണൻ എന്നാൽ ആചാര്യൻ്റെ അഭിപ്രായത്തിൽ ഈശ്വരൻ തന്നെയാണ് ആ ജീവൻ എന്നാണ് സാരം. കാശകൃഷ്ണൻ എന്ന് പറയുന്നത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വികാരോ ജീവസ്യാൽ കാശകൃഷ്ണസ്യാചാര്യസ്യ അവികൃതഃ പരമേശ്വരോ ജീവോ നാന്യ ഇതി മതം. ആ കാശകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആചാര്യൻ്റെ അഭിപ്രായത്തിൽ ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതിലിപ്പോൾ 72ാമത്തെ 73ാമത്തെ ശ്ലോകം പറഞ്ഞില്ല. അർത്ഥേ ഹി അവിദ്യമാനേപി സംസൃതിർന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേനർത്ഥാഗമോ യഥാ. അർത്ഥേ ഹി അവിദ്യമാനേപി സംസൃതിർന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേനർത്ഥാഗമോ യഥാ. ആ ഭൗതികമായിരിക്കുന്ന ശരീരം ഇല്ലാത്ത സമയത്ത് ആ ഭൗതിക കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ജീവൻ, ഭൗതിക ശരീരം ഇല്ലാത്തപ്പോഴും ഭൗതിക കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ജീവൻ്റെ സംസാരബന്ധം ഒഴിയുന്നില്ല. അത് ലിംഗശരീരത്തിലാണ് അതിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാലത്തെ ആ ലിംഗശരീരത്തിൽ, സൂക്ഷ്മ ശരീരത്തിൽ എപ്രകാരം എന്നാൽ സ്വപ്നത്തിലെ ആ വെറും തോന്നലുകൾ, സ്വപ്നത്തിലെ വെറും തോന്നലുകൾ നിലനിൽക്കുന്ന പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. പക്ഷേ അത് ഇല്ലാത്തതാണ് എന്നാണ് പറയുന്നത്. അർത്ഥേ ഹി അവിദ്യമാനേഭി സംസൃതിർന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേനർത്ഥാഗമോ യഥാ. അർത്ഥേ ആ ഭൗതിക ശരീരം അവിദ്യമാനേ അപി ഇല്ലാത്തപ്പോഴും വിഷയാൻ ഭൗതിക കാര്യങ്ങൾ ധ്യായതഃ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അസ്യ ആ ജീവൻ്റെ സംസൃതി സംസാരബന്ധം ന നിവർത്തതേ ഒഴിയുന്നില്ല. യഥാഹി എപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ അനർത്ഥാഗമഃ വെറും തോന്നലുകൾ നിലനിൽക്കും പോലെയാണ്. 73 വരെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്താണ്. അർത്ഥേ ഭൗതിക ശരീരം അവിദ്യമാനേ അപി ഇല്ലാത്തപ്പോഴും വിഷയാൻ ഭൗതിക കാര്യങ്ങൾ ധ്യായതഃ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അസ്യ ഈ ജീവൻ്റെ സംസൃതിം സംസാരബന്ധം ന നിവർത്തതേ ഒഴിയുന്നില്ല. യഥാഹി എപ്രകാരം എന്നാൽ സ്വപ്നത്തിലെ അനർത്ഥാഗമഃ വെറും തോന്നലുകൾ നിലനിൽക്കും പോലെയാണ് ഇത്. അർത്ഥേ ഭൗതിക ശരീരം അവിദ്യമാനേ അപി ഇല്ലാത്തപ്പോഴും വിഷയാൻ ഭൗതിക കാര്യങ്ങൾ ധ്യായതഃ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അസ്യ ഈ ജീവൻ്റെ സംസൃതി സംസാരബന്ധം ന നിവർത്തതേ ഒഴിയുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. യഥാഹി എപ്രകാരമെന്നാൽ സ്വപ്നത്തിലെ അനർത്ഥാഗമഃ വെറും തോന്നലുകൾ നിലനിൽക്കും പോലെയാണിത് ഭൗതിക ശരീരം. അപ്പോൾ അർത്ഥേ അവിദ്യമാനേ അപി വിഷയാൻ ധ്യായതഃ അസ്യ സംസൃതി ന നിവർത്തതേ യഥാഹി സ്വപ്നേ അനർത്ഥാഗമഃ. അതായത് ഭൗതിക ശരീരം ഇല്ലാത്തപ്പോഴും ആ ഭൗതിക കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ
ജീവൻ്റെ ആ സംസാരബന്ധം ഒഴിയണില്ല. എപ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നത്തിൽ ആ വെറും തോന്നലുകൾ നിലനിൽക്കുന്നത് പോലെ ആണ് അവിടെ പറഞ്ഞത്. അപ്രകാരം ആഗ്രഹങ്ങൾ മരണശേഷവും ആ ലിംഗശരീരത്തിൽ ലീനമായി കിടക്കും. പാഞ്ചഭൗതികമായിരിക്കുന്ന സ്ഥൂല ശരീരത്തിനല്ല, സൂക്ഷ്മാംശമായ ലിംഗശരീരത്തിനാണ് ആ അഹങ്കാരാദി ഭാവങ്ങൾ ഉണ്ടാവുന്നത്. അവ ശമിക്കുന്നത് വരെ ആ സംസാരമോചനം ഇല്ല. അതുതന്നെയാണ് പുനർജന്മത്തിന് ഹേതുവായിട്ട് തീരുന്നു എന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ള ശ്ലോകമാണ് ഇത്, 74ാമത്തെ ശ്ലോകം. ഇപ്പോൾ മുമ്പ് എടുത്തത്. ഏവം പഞ്ചവിധം ലിംഗം ത്രിവൃത് ഷോഡശ വിസ്തൃതം ഏഷഃ ചേതനയാ യുക്തോ ജീവ ഇത്യഭിധീയതേ. അങ്ങനെ എന്തിനെയാണ് ജീവൻ എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞു തന്നു. പഞ്ചതന്മാത്രകളും ത്രിഗുണങ്ങളുടെ വികാരങ്ങളും ചേർന്ന് 16ആയിട്ട് പരിണമിച്ച ലിംഗശരീരം, അതിനോട് ചൈതന്യം ചേർന്ന് കഴിഞ്ഞാലാണ് ആ ജീവശരീരം ഉണ്ടാകുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അനേന പുരുഷോ ദേഹാനുപാദത്തെ വിമുഞ്ചതി ഹർഷം ശോകം ഭയം ദുഃഖം സുഖം ജാനേന വിന്ദതി. അനേന പുരുഷോ ദേഹാനുപാദത്തെ വിമുഞ്ചതി. ആ ജീവാത്മാവ് ഇതിലൂടെ ആ സ്ഥൂലദേഹങ്ങളെ വളരെയധികം സ്വീകരിക്കുന്നു. പിന്നെയും സ്ഥൂലദേഹങ്ങളെ സ്വീകരിക്കുന്നു, ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. വിമുഞ്ചതി ഉപാദത്തെ വിമുഞ്ചതി, ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അനേന ഇതിലൂടെ ആ ഓരോ ശരീരത്തിലൂടെ ഹർഷം ശോകം ഭയം ദുഃഖം സുഖം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ആ വസ്തുതകളെ അറിയുകയും ചെയ്യുന്നു. അനേന പുരുഷോ ദേഹാനുപാദത്തെ വിമുഞ്ചതി ഹർഷം ശോകം ഭയം ദുഃഖം സുഖം ചാനേന വിന്ദതി. പുരുഷ ആ ജീവാത്മാവ് അനേന ഇതിലൂടെ ദേഹാൻ സ്ഥൂലദേഹങ്ങളെ ഉപാദത്തെ സ്വീകരിക്കുന്നു, വിമുഞ്ചതി ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അനേന ഇതിലൂടെ ഹർഷം സന്തോഷം, ശോകം സന്താപം, ഭയം ഭീതി, ദുഃഖം സുഖം ച സുഖം എന്നിവ വിന്ദതി അറിയുകയും ചെയ്യുന്നു. ഒന്നും കൂടി പറയാത്ത പദങ്ങൾ. അനേന പുരുഷ ജീവാത്മാവ്, അനേന ഇതിലൂടെ ദേഹാൻ സ്ഥൂലദേഹങ്ങളെ ഉപാദത്തെ സ്വീകരിക്കുന്നു, വിമുഞ്ചതി ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അനേന ഇതിലൂടെ ഹർഷം സന്തോഷം ശോകം സന്താപം ഭയം ഭീതി ദുഃഖം സുഖം ച സുഖം എന്നിവ വിന്ദതി അറിയുകയും ചെയ്യുന്നു. അപ്പോൾ പുരുഷ അനേന ദേഹാൻ ഉപാദത്തെ വിമുഞ്ചതി അനേന ഹർഷം ശോകം ഭയം ദുഃഖം സുഖം ച വിന്ദതി. എന്നുകൂടി പറയാം. പുരുഷ അനേന ദേഹാൻ ഉപാദത്തെ വിമുഞ്ചതി ഹർഷം ശോകം ഭയം ദുഃഖം സുഖം ച വിന്ദതി. അങ്ങനെ ആ ജീവാത്മാവ് ഇതിലൂടെ സ്ഥൂലദേഹങ്ങളെ സ്വീകരിക്കണു, ഉപേക്ഷിക്കുകയും ചെയ്യണു. ഇതിലൂടെ സന്തോഷം ശോകം സന്താപം ഭയം ഭീതി ദുഃഖം സുഖം എന്നിവയൊക്കെ അറിയുകയും ചെയ്യണു. ഇപ്പോൾ ഇവിടെ ആ ജീവൻ ആ ലിംഗശരീരത്തെ കൊണ്ടാണ് ഒരു ദേഹത്തെ ഉപേക്ഷിക്കുന്നതും വേറൊന്നിനെ സ്വീകരിക്കുന്നതും. അപ്പോൾ ആ സൂക്ഷ്മ ലിംഗ ശരീരത്തിലാണ് ഈ അനുഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ സൂക്ഷ്മ ലിംഗ ശരീരം ഇല്ലാതെയാവണം. അതിലെ ആ ഭാവനകൾ ഇല്ലാതെയാവുമ്പോഴാണ് ആ സ്ഥൂല ശരീരവും അവിടെ നിൽക്കുന്നത്. അപ്പോൾ ലിംഗശരീരത്തെ കൊണ്ടാണ് ഈ ദേഹത്തെ ഉപേക്ഷിക്കുന്നതും വേറൊന്നിനെ സ്വീകരിക്കുന്നതും. പുനർജന്മത്തിന് കാരണമായത് ആ ലിംഗശരീരം. ഇതൊക്കെ അനുഭവിക്കുന്ന മറ്റൊരു ശരീരം ഉണ്ട്, അത് മരിച്ചു കഴിഞ്ഞാലത്തെ ശരീരം. ആ ലിംഗ ശരീരമാണ് ഈ സന്തോഷം ശോകം ഭയം ദുഃഖം സുഖം ഇത്യാദികൾ അനുഭവിക്കുന്നത്. ആ ലിംഗശരീരമാണ് ഈ പലവിധത്തിലുള്ള ആ ഭാവങ്ങളെ അനുഭവിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ പഞ്ചവിധവും ത്രിഗുണങ്ങളുടെ വികാരവുമായിരിക്കുന്ന ഈ ദേഹം 11 ഇന്ദ്രിയങ്ങൾ 5 തന്മാത്രകൾ എന്നിങ്ങനെ 16 വികാരങ്ങളായിട്ട് പരിണമിച്ചിരിക്കുന്നു. ചൈതന്യ ആഭാസത്തോടു കൂടിയ ഇത് തന്നെയാണ് ജീവൻ. മനുഷ്യൻ ഇതോടുകൂടി തന്നെയാണ് ദേഹാന്തരത്തെ സ്വീകരിക്കുന്നതും പൂർവ്വദേഹത്തെ ഉപേക്ഷിക്കുന്നതും. ഈ ദേഹം കൊണ്ട് തന്നെയാണ് സന്തോഷം ദുഃഖം ഭയം സുഖദുഃഖങ്ങൾ ഇവ പ്രാപിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ആ അധ്യാസത്തെ നശിപ്പിക്കുവാൻ മതിയായിരിക്കുന്ന സാധനം
സിദ്ധിക്കുന്നത് വരെ, അതായത് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ സിദ്ധിക്കുന്നത് വരെ സംസാരം നശിക്കുകയില്ല. നന്നായി ധരിപ്പിക്കുവാൻ ആ ലിംഗശരീര സ്വരൂപത്തെയും അതോട് ചേർന്നിരിക്കുന്ന ജീവൻ്റെ സ്വരൂപത്തെയും വിസ്തരിച്ച് ഉപയോഗിക്കണം. സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളിൽ നിന്ന് ശബ്ദസ്പർശ രൂപഗന്ധങ്ങൾ എന്ന 5 വിഷയങ്ങൾ ആദ്യം ഉണ്ടായി. പിന്നെ അവ കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 5 10 മനസ്സ് എന്നിവയുടെ ഉൽപ്പത്തിക്ക് കാരണമായി വർദ്ധിച്ചു. ഈ വിധം 16 രൂപത്തിലിരിക്കുന്ന ആ ഗുണകാര്യത്തെ ലിംഗദേഹം എന്ന് പറയുന്നു. ഇതോട് ചേർന്നിരിക്കുന്ന ചൈതന്യം ആണ് ജീവൻ. ഇതിൽ നിന്നും ധരിക്കേണ്ടത് എന്തെന്നാൽ ചൈതന്യത്തെ മാത്രമായിട്ടല്ല ജീവൻ എന്ന് വ്യവഹരിക്കുന്നത്. ലിംഗദേഹത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചൈതന്യം ജീവൻ എന്ന് ധരിക്കണം. ലിംഗദേഹം പരിച്ഛിന്നം, അതിനെ അഭിമാനിക്കുന്ന ജീവചൈതന്യവും പരിച്ഛിന്നം. ഇങ്ങനെ വാസ്തവത്തിൽ അപരിച്ഛിന്നമായിരിക്കുന്ന ചൈതന്യം ലിംഗദേഹബന്ധം നിമിത്തം പരിച്ഛിന്നം എന്ന പോലെ പ്രകാശിക്കുന്ന അവസ്ഥയിൽ നിന്നും വിടർത്തുവാൻ ജ്ഞാനാദി സമ്പാദന പ്രയത്നം വേണമെന്ന് സിദ്ധാന്തിക്കണം. അപ്പോൾ നമുക്ക് ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അർത്ഥേ അവിദ്യമാനേപി ജന്മ മരണം ച നിവർത്തതേ. അർത്ഥങ്ങളിലും അവിദ്യയിലും പെട്ടിട്ട് ജനനവും മരണങ്ങളിൽ നിന്ന് നമുക്ക് നിവർത്തിക്കാൻ പറ്റുന്നില്ല. അർത്ഥേ അവിദ്യമാനേപി ജന്മ മരണം ച നിവർത്തതേ. യഥാ വിഷയാധ്യായതഃ, എപ്രകാരമാണോ വിഷയങ്ങളെ ധ്യാനിക്കുന്നത്, എന്തിലെ സ്വപ്നത്തിൽ എപ്രകാരമാണോ വിഷയങ്ങളെ ധ്യാനിക്കുന്നത്. അർത്ഥാഗമഃ, അവ ഒരിക്കലും നിലനിൽക്കാത്തതാണ്. ആണ് അർത്ഥേ അവിദ്യമാനേപി ജന്മ മരണം ച നിവർത്തതേ യഥാ വിഷയാധ്യായതഃ സ്വപ്നേനർത്ഥാഗമഃ. ഏവം പഞ്ചതന്മാത്രാത്മകം, ഇപ്രകാരം പഞ്ചതന്മാത്രാത്മകം ആയിരിക്കുന്ന ആത്മകവും ഷോഡശവികാരാത്മന 16 വികാരങ്ങളോട് കൂടിയതും ആയിരിക്കുന്ന വിസ്തൃതമായിരിക്കുന്ന ത്രിഗുണം 3 ഗുണങ്ങളോട് കൂടിയ ലിംഗശരീരം, ഇതിനെ ലിംഗശരീരം എന്ന് പറയുന്നു. ഏവം പഞ്ചതന്മാത്രാത്മകം ഷോഡശവികാരാത്മനാ വിസ്തൃതം ത്രിഗുണം ലിംഗശരീരം കഥ്യതേ. ഇപ്രകാരം 5 തന്മാത്രകളോട് ചേർന്നതും ഷോഡശവികാരാത്മന 16 വികാരങ്ങളോട് കൂടി ചേർന്നതും വിസ്തൃതമായിരിക്കുന്ന ത്രിഗുണം 3 ഗുണങ്ങളോട് കൂടിയ ലിംഗശരീരം, ഇതിനെ ലിംഗശരീരം എന്ന് പറയുന്നു. തസ്മിൻ ശരീരേ, ആ ശരീരത്തിലെ ചേതനയായുക്തോ, ചേതന കൊണ്ട് അതിനെ ചേർത്ത് കഴിഞ്ഞാൽ യുക്തമാക്കിയാൽ ജീവഹ ഇതി കഥ്യതേ, ഇതിനെ ജീവൻ എന്ന് പറയുന്നു. തസ്മിൻ ശരീരേ ചേതനയായുക്തോ ജീവഹ ഇതി കഥ്യതേ. അങ്ങനെയുള്ള ശരീരത്തെ ചേതനയോടുകൂടി ചേർക്കുമ്പോൾ അതിനെ ജീവൻ എന്ന് പറയുന്നു. ജീവോ അനേന ലിംഗദേഹേന, ആ ജീവൻ അനേക ലിംഗദേഹങ്ങളെ സ്വീകരിച്ച ദേഹാൻ ഗൃഹന്തി മുഞ്ചതി, ദേഹങ്ങളെ സ്വീകരിക്കുകയും മുഞ്ചതി ഉപേക്ഷിക്കുകയും ചെയ്തിട്ട് ഹർഷശോകാദികം ച വിന്ദതി, ഹർഷശോകാദികളെ അനുഭവിക്കണു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം. ഏവം പഞ്ചതന്മാത്രാത്മകം, ഇപ്രകാരം ആ പഞ്ചതന്മാത്രാത്മകവും ഷോഡശവികാരാത്മന 16 വികാരങ്ങളോട് ചേർന്നിട്ടുള്ള വിസ്തൃതമായിരിക്കുന്ന ത്രിഗുണ ആത്മകം ആയിരിക്കുന്ന ലിംഗശരീരം കഥ്യതേ, അതിനെ ലിംഗശരീരം എന്ന് പറയുന്നു. ത്രിഗുണാത്മകമായിരിക്കുന്ന അതിനെ ലിംഗശരീരം എന്ന് പറയുന്നു. ഏവം പഞ്ചതന്മാത്രാത്മകം ഷോഡശവികാരാത്മനാ വിസ്തൃതം ത്രിഗുണം ലിംഗശരീരം കഥ്യതേ. പിന്നെ തസ്മിൻ ശരീരേ, ആ ശരീരത്തിലെ ചേതനയായുക്തോ, ചേതനയുമായിട്ട് യുക്തമാക്കിയാൽ അതിനെ ജീവഹ ഇതി കഥ്യതേ, അതിനെ ജീവൻ എന്ന് പറയുന്നു. പിന്നെ ജീവോ അനേന ലിംഗദേഹേന, ജീവാത്മാവ് അനേക ലിംഗദേഹങ്ങളെ ദേഹാൻ ഗൃഹാതി, ഇതിനെ സ്വീകരിക്കുകയും മുഞ്ചതി, അതിനെ ഉപേക്ഷിക്കുകയും ചെയ്തിട്ട് ഹർഷശോകാദികം ച വിന്ദതി, ഹർഷശോകഭയാദികളെ അത് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അനുഭവിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി പറയാം. അതിലത്തെ
വ്യാഖ്യാനം ഏവം പഞ്ചതന്മാത്രാത്മകം ഷോഡശവികാരാത്മനാ വിസ്തൃതം ത്രിഗുണം ലിംഗശരീരം കഥ്യത്തെ തസ്മിൻ ശരീരേ ചേതനയാ യുക്തോ ജീവഃ ഇതി കഥ്യത്തെ. ജീവോ അനേന ലിംഗദേഹേന ദേഹാൻ ഗൃഹ്ണാതി മുഞ്ചതി ഹർഷശോകാദികം ച വിന്ദതി എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അനേന പുരുഷോ ദേഹാനുപാദത്തെ വിമുഞ്ചതി ഹർഷം ശോകം ഭയം ദുഃഖം സുഖം ജാനേന വിന്ദതി. ഇനി അടുത്ത 2 ശ്ലോകങ്ങൾ കൂടിയിട്ടാണ്. യഥാ തൃണജലൂകേയം നാപയാത്യപയാതി ച ന ത്യജേൻ മ്രിയമാണോപി പ്രാഗ്ദേഹാഭിമതിം ജനഃ. യഥാ തൃണജലൂകേയം നാപയാത്യപയാതി ച ന ത്യജേൻ മ്രിയമാണോപി പ്രാഗ്ദേഹാഭിമതിം ജനഃ. യാവദന്യം ന വിന്ദേത വ്യവധാനേന കർമ്മണാം മന ഏവ മനുഷ്യേന്ദ്രഭൂതാനാം ഭവഭാവനം. യാവദന്യം ന വിന്ദേത വ്യവധാനേന കർമ്മണാം മന ഏവ മനുഷ്യേന്ദ്രഭൂതാനാം ഭവഭാവനം. അല്ലയോ ചക്രവർത്തിൻ, മനുഷ്യേന്ദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തിൻ, അല്ലയോ ചക്രവർത്തിൻ, ജീവജാലങ്ങൾക്ക് ആ സംസാരത്തിനെല്ലാം കാരണം മനസ്സാണ്, മനോമയകോശം ആണ്. ഭൂതാനാം ഭവഭാവനം, ആ സംസാരത്തിന് ഭൂതാനാം ഭവഭാവനം, ആ സംസാരത്തിനെല്ലാം കാരണം മനഃ ഏവ, മനസ്സാണ്, മനോമയകോശമാണ്. ഇയം ഇത് തൃണജലൂക, അതായത് പുല്ലിൽ സഞ്ചരിക്കുന്ന പുല്ലട്ട, അപയാതി വേറൊന്നിൽ ഒട്ടിപ്പിടിച്ച ശേഷം അല്ലാതെ ആദ്യത്തേത് വിടാതിരിക്കുന്നത്. ഒന്നിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് മറ്റൊന്നിലേക്ക് അത് ചാടുക. ആദ്യം ഒന്നിലിങ്ങനെ ഈ പുല്ലട്ട എന്ന് പറയുന്നത് ആദ്യം ഒന്നിൽ നല്ലോണം പറ്റിപ്പിടിച്ചതിന് ശേഷം അത് എന്നിട്ട് മറ്റൊന്നിലേക്ക് ചാടണു. അതാണ് ഈ പുല്ലട്ട അപയാതി, വേറൊന്നിൽ ഒട്ടിപ്പിടിച്ച ശേഷം അല്ലാതെ അപയാതി, ഒന്നിലിരുന്നിട്ട് മറ്റേതിൽ ഒട്ടിപ്പിടിച്ചതിന് ശേഷം എന്നിട്ട് അതിലേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ജനഹ ജീവൻ, മ്രിയമാണഹ അപി മരിക്കുന്ന അവസ്ഥയിലും കർമ്മണ ആ പ്രാരബ്ധ കർമ്മങ്ങളുടെ വ്യവധാനേന ആ പര്യവസാനം കൊണ്ട് അന്യം വേറൊരു ദേഹത്തെ ലഭിക്കാതെ വരുന്നത്ര കാലം പൂർവ്വദേഹബന്ധത്തെ ഉപേക്ഷിക്കുന്നില്ല. അപ്പോൾ വേറൊന്നിലേക്ക് എത്തിയതിന് ശേഷമാണ് പഴയതിനെ വിടുന്നത്. ഈ പുല്ലട്ട എപ്രകാരമാണോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചാടുന്നത്, ആദ്യം വേറൊന്നിലേക്ക് എത്തിപ്പിടിച്ചതിന് ശേഷം എന്നിട്ട് മറ്റതിലേക്ക് ചാടുന്നത് പോലെ, പുല്ലട്ട ചാടുന്നത് പോലെ. അപ്പോൾ യഥാ തൃണജലൂകേയം, ആ പുല്ലട്ടയെ പോലെ, സാപയാത്യപയാതി, അതായത് വേറൊന്നിൽ ഒട്ടിപ്പിടിച്ചത് ശേഷം അല്ലാതെ ആദ്യത്തേത് വിടാതിരിക്കുന്നത് പോലെ, അപയാതിച്ച ന ത്യജേൻ മ്രിയമാണോപി, വിടുന്നില്ല, അപയാതിച്ച ന അത് വിടുന്നില്ല, ത്യജേൻ മ്രിയമാണോപി മരിക്കുന്ന അവസ്ഥയിൽ, മ്രിയമാണോപി പ്രാഗ്ദേഹാഭിമതിം ജനഃ മരിക്കുന്ന അവസ്ഥയിൽ ആ കർമ്മപ്രാരബ്ധങ്ങൾ പൂർവ്വദേഹബന്ധത്തെ വിടണില്ല. എന്തുകൊണ്ടാണ്? ആ കർമ്മപ്രാരബ്ധങ്ങളുടെ ആ പര്യവസാനം കൊണ്ട് വേറൊരു ദേഹത്തെ ലഭിക്കാതെ വരുന്നത്രയും കാലം, മറ്റൊരു ദേഹത്തെ അതിന് ഏതാണ്ട് സ്വീകാര്യമായിട്ട് തീരുന്നത് വരെ ആ പൂർവ്വദേഹത്തെ അത് ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഹേ മനുഷ്യേന്ദ്ര, അല്ലയോ മനുഷ്യ ചക്രവർത്തിൻ, ഭൂതാനാം ജീവജാലങ്ങൾക്ക് ഭവഭാവനം സംസാരത്തിനെല്ലാം കാരണം മന ഏവ മനോമയകോശം അത്രേ. ഇയം തൃണജലൂക, ഈ പുല്ലട്ട, തൃണജലൂകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലട്ട, അപയാതി ച വേറൊന്നിൽ ഒട്ടിപ്പിടിച്ച ശേഷമല്ലാതെ, ന അപയാതി ആദ്യത്തേത് വിടാതിരിക്കുന്നത് പോലെ, യഥാ ഏതു വിധമോ അതുപോലെ, ജനഹ ജീവൻ,
മ്രിയമാണഃ അപി മരിക്കുന്ന അവസ്ഥയിലും കർമ്മണാം പ്രാരബ്ധ കർമ്മങ്ങളുടെ വ്യവധാനേന ആ പര്യവസാനം കൊണ്ട് അന്യം വേറൊരു ദേഹത്തെ യാവത്ന വിന്ദേത ലഭിക്കാതെ മറ്റൊരു ശരീരത്തെ ലഭിക്കാതെ വരുന്നത്ര കാലം പ്രാഗ്ദേഹാഭിമതിം ആ പൂർവ്വദേഹബന്ധത്തെ ന ത്യജേൽ അത് ഉപേക്ഷിക്കുന്നില്ല. എന്നുകൂടി പറയാം. ഹേ മനുഷ്യേന്ദ്ര അല്ലയോ ചക്രവർത്തിൻ, ഭൂതാനാം ജീവജാലങ്ങൾക്ക് ഭവഭാവനം സംസാരത്തിനെല്ലാം കാരണം മനഃ ഏവ മനോമയകോശം അത്രേ. ഇയം തൃണജലൂക ഈ പുല്ലട്ട അപയാതിച്ച വേറൊന്നിൽ ഒട്ടിപ്പിടിച്ച ശേഷമല്ലാതെ ന അപയാതി ആദ്യത്തേത് വിടാതിരിക്കുന്നു. യഥാ ഏതു വിധമോ അതുപോലെ ജനഃ ജീവൻ മ്രിയമാണഃ അപി മരിക്കുന്ന അവസ്ഥയിലും കർമ്മണാം പ്രാരബ്ധ കർമ്മങ്ങളുടെ വ്യവധാനേന പര്യവസാനം കൊണ്ട് അന്യം വേറൊരു ദേഹത്തെ യാവത് ന വിന്ദേത ലഭിക്കാതെ വരുന്നത്ര കാലം പ്രാഗ്ദേഹാഭിമതിം ആ പൂർവ്വദേഹ ബന്ധത്തെ ന ത്യജേൽ ഉപേക്ഷിക്കുന്നില്ല. അതിലത്തെ അന്വയം വന്നിട്ട് ഹേ മനുഷ്യേന്ദ്ര ഭൂതാനാം ഭവഭാവനം കാരണം ഭവഭാവനം മനഃ ഏവ ഇയം തൃണജലൂക അപയാതി ച ന അപയാതി യഥാ ജനഃ മ്രിയമാണാം അപി കർമ്മണാം വ്യവധാനേന അന്യം യാവത് വിന്ദേത പ്രാഗ്ദേഹാഭിമതിം ന ത്യജേത്. എന്നുകൂടി പറയാം. മനുഷ്യേന്ദ്ര ഭൂതാനാം ഭവഭാവനം മനഃ ഏവ ഇയം തൃണജലൂക അപയാതി ച ന അപയാതി യഥാ ജനഃ മ്രിയമാണഃ അപി കർമ്മണാം വ്യവധാനേന അന്യം യാവത് വിന്ദേത അന്യത് യാവത് വിന്ദേത പ്രാഗ്ദേഹാഭിമതിം ന ത്യജേൽ. അപ്പോൾ അല്ലയോ ചക്രവർത്തിൻ ജീവജാലങ്ങൾക്ക് സംസാരത്തിനെല്ലാം കാരണം മനോമയകോശം ആണ്. ഈ പുല്ലട്ട വേറൊന്നിൽ ഒട്ടിപ്പിടിച്ച ശേഷമല്ലാതെ ആദ്യത്തേത് വിടാതിരിക്കുന്നത് ഏതു വിധമോ അതുപോലെ ആ ജീവൻ മരിക്കുന്ന അവസ്ഥയിലും പ്രാരബ്ധകർമ്മങ്ങളുടെ ആ പര്യവസാനം കൊണ്ട് വേറൊരു ദേഹത്തെ ലഭിക്കാതെ വരുന്നത്രയും കാലം ആ പൂർവ്വദേഹ ബന്ധത്തെ ഉപേക്ഷിക്കുന്നില്ല. ജീവൻ ആ ലിംഗശരീരം കൊണ്ടാണ് ഈ ദേഹത്തെ ഉപേക്ഷിക്കുന്നതും വേറൊന്നിനെ സ്വീകരിക്കുന്നതും. ഈ ലിംഗശരീരം ആണ് സന്തോഷം, ശോകം, ഭയം, ദുഃഖം ഒക്കെ പറഞ്ഞു ഇത്യാദികൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു. അല്ലയോ രാജൻ, ഈ ലിംഗശരീരം പുല്ലട്ടയെ പോലെ ഒരു ശരീരം വിടുന്നത് മറ്റൊന്നിൽ ഒട്ടിയിട്ടാണ്. അപ്പോൾ പ്രാരബ്ധം അനുഭവിച്ചാൽ ഭൗതികദേഹം വിടുന്നു, അപ്പോഴേക്കും വേറൊന്നിൽ പിടിച്ചിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ദേഹത്തോട് ബന്ധപ്പെടാത്ത അവസരം ഇല്ല. ഇതെല്ലാം മനസ്സിൻ്റെ വ്യാപാരങ്ങളാകയാൽ ആ സംസാര കാരണവും മനസ്സ് തന്നെയാണ്. അപ്പോൾ മരിച്ചാൽ പ്രേതശരീരവുമായിട്ട് ബന്ധിച്ചേ മുൻ ശരീരം വിടുന്നുള്ളൂ. പിതൃലോകപ്രാപ്തിയോടെ ആ ശരീരവുമായിട്ട് ബന്ധിക്കണം. ആ പുനർജന്മം സിദ്ധിക്കുമ്പോൾ ആ ശരീരവും ആയും ഇങ്ങനെ ഒന്ന് വിടുന്നത് മറ്റൊന്നിൽ പിടിച്ചിട്ടാണ്. അങ്ങനെ ലിംഗശരീരം വേറെ ശരീരങ്ങളെ അവലംബിക്കാതെ തനതായി സ്ഥിതി ചെയ്യണില്ല. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം സംസാരബന്ധവും വിടുന്നില്ല. അപ്പോൾ ലിംഗശരീരത്തോടൊപ്പം ആ ജീവനും ഉണ്ടെന്നർത്ഥം. പുല്ലട്ടയുടെ ദൃഷ്ടാന്തം വേദാന്ത ശാസ്ത്രത്തിലുള്ളത് അപ്പടി എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. തദന്തരപ്രതിപത്തൗരംഹതി സംപരിഷ്വക്ത നിരൂപണാഭ്യാം. ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഈ ശ്ലോകത്തിൻ്റെ മനുഷ്യൻ ഇതോടുകൂടി തന്നെയാണ് ആ ദേഹാന്തരത്തെ സ്വീകരിക്കുന്നതും പൂർവ്വദേഹത്തെ ഉപേക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ദേഹം കൊണ്ട് തന്നെയാണ് സന്തോഷം, ദുഃഖം, ഭയം, സുഖദുഃഖങ്ങൾ ഇവ പ്രാപിക്കുന്നതെന്ന് പറഞ്ഞു. ആ തൃണജലൂകം എന്ന് പറഞ്ഞാൽ എന്ന പുഴു അഗ്രഭാഗം കൊണ്ട് വേറൊരു തൃണത്തെ പിടിക്കാതെ പൂർവ്വതൃണം വിടുന്നില്ല. തൃണം എന്ന് പറഞ്ഞാൽ പുല്ല്. ആദ്യത്തെ തൃണത്തിലിരുന്നു കൊണ്ട് മറ്റൊരു തൃണത്തെ പിടിക്കാതെ മറ്റേലേക്ക് ചാടുന്നില്ല. അതുപോലെ ആ പ്രാരബ്ധ കർമ്മങ്ങൾ അവസാനിച്ചതിനാൽ പൂർവ്വദേഹം വിടുന്നുണ്ടെങ്കിലും മറ്റൊരു ദേഹത്തിൽ അഭിമാനം ഉറയ്ക്കുന്നത് വരെ ആദ്യത്തേത് വിടുന്നില്ല. രാജൻ, അതിനാൽ മനുഷ്യൻ്റെ സംസാര കാരണം മനസ്സ് തന്നെയാണ്
മനസ്സാണ് ആ സംസാരത്തിന് കാരണമായിട്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ജീവാത്മാവ് ഈ ലിംഗദേഹത്തിൽ നിന്നും വിട്ടുപിരിയാതെ ഇതിൻ്റെ ആ വാസഭവനങ്ങളായിരിക്കുന്ന ആ ദേവമനുഷ്യാദി ബഹുവിധ ശരീരങ്ങളെ സ്വീകരിക്കുകയും വിടുകയും ചെയ്യണം. അങ്ങനെ പരലോകത്തിൽ ഇഷ്ടവസ്തുലാഭത്തിൽ സന്തോഷവും അവയെ അനുഭവിക്കുന്നത് കൊണ്ടുള്ള സുഖവും അവയെ പിരിയുമ്പോൾ ശോകവും അനിഷ്ടം ചെയ്യുന്നവനിൽ നിന്ന് ഭയവും അനിഷ്ടം പ്രാപ്തിയിലും അനുഭവത്തിലും ദുഃഖവും ജീവൻ അനുഭവിക്കുന്നത് ഈ ലിംഗശരീരത്തിലുമാകുന്ന ഉപാധി കൊണ്ടാകുന്നു. ഒരു ദേഹത്തെ വെടിഞ്ഞ ശേഷം മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നതിനിടയിൽ സ്ഥൂല ശരീരം സംബന്ധമില്ലാതിരിക്കുന്ന സമയം ആ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നതായിരിക്കുന്ന ആ സംസാരബന്ധം ജീവാത്മാവിനുണ്ടാവുകയില്ലല്ലോ എന്ന ശങ്കയെ പരിഹസിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ്. പുൽച്ചെടികളിൽ സഞ്ചരിക്കുന്ന സമയം ആദ്യം പിടിച്ചിരിക്കുന്ന ഭാഗത്തെ മുഴുവനും വിടാതെ ഏകദേശ ഭാവത്തെ വിട്ടും മറ്റൊന്നിനെ അല്പമായി ഗ്രഹിച്ചുകൊണ്ടും ഗമിക്കും. രണ്ടാമത്തേതിൽ പിടുത്തം കിട്ടിയാൽ ഒന്നാമത്തേതിനെ പൂർണ്ണമായിട്ട് വിടും. ഇതുപോലെ ഒരു സ്ഥൂലത്തെ വിട്ട് അന്യമായ സ്ഥൂല ശരീരം ലഭിക്കാനുള്ള കർമ്മപരിഭാഗാവസ്ഥയെത്തുന്നത് വരെ ജീവൻ ആ പൂർവ്വശരീരാഭിമാനത്തെ വിടുകയില്ല. മനുഷ്യ വിടുകയില്ല. ആ മനുഷ്യരിൽ ഉത്കൃഷ്ടനായിരിക്കുന്ന ഭൂപതേ പ്രാണികൾക്ക് ജന്മമരണാദി സംസാര ദുഃഖങ്ങൾക്ക് കാരണം മനസ്സ് തന്നെയാകുന്നു. മനസ്സ് തന്നെ മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ എന്നൊരു പ്രമാണം. അതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. ജീവോ അനേന ലിംഗദേഹേന ദേഹാൻ ഗൃഹാതി മുഞ്ചതി ഹർഷശോകാധികം ച വിന്ദതി എന്ന് പറഞ്ഞു. പിന്നെ പറയണത് യഥാ തൃണജലൂക, ആ പുഴു എങ്ങനെയാണോ പൂർവതൃണമത്യക്താ പരം യാതി തഥാ ജനോ. അപ്പോൾ എപ്രകാരമാണോ ആ പുഴു പഴയ ആ തൃണത്തെ ത്യജിക്കുന്നത് പരം യാതി, അതുപോലെ ജനങ്ങൾ മ്രിയമാണോബി മരിക്കുന്ന സമയത്ത് പ്രാഗ്ദേഹാഭിമതിം ആ പൂർവജന്മത്തിലെ വാസനകളെ കൊണ്ട് പൂർവജന്മത്തിലെ ആ ശരീരത്തെ ത്യജതി, അതിനെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. ഹേ രാജൻ ഭൂതാനാം, അതുകൊണ്ട് ഭൂതങ്ങൾക്ക് മനയേവ ബന്ധമോക്ഷയോ കാരണം, മനസ്സാണ് ബന്ധങ്ങൾക്കും മോക്ഷങ്ങൾക്കും കാരണം. അത് തന്നെ യഥാ തൃണജലൂക പൂർവതൃണം അത്യക്താ പരം യാതി, എപ്രകാരമാണോ ഒരു പുഴുവിന് ആ പൂർവ തൃണത്തെ ത്യജിക്കാതെ പരം യാതി മറ്റൊന്നിൽ പൂർവതൃണം അത്യക്ത പരം യാതി മറ്റൊന്നിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പൂർവതൃണത്തെ ഉപേക്ഷിച്ച് ഓടും. അതുപോലെ മറ്റൊന്നിൽ ആദ്യം കാല് ഉറപ്പിച്ചിട്ട് മറ്റൊന്നിലേക്ക് ചാടിപ്പോണു. അതുപോലെ ജനങ്ങളെ മ്രിയമാണോബി മരിച്ചു കഴിഞ്ഞാൽ പ്രാഗ്ദേഹാഭിമതിം ആ പൂർവജന്മവാസനയ്ക്കനുസരിച്ച് ഉള്ള ശരീരം ലഭിക്കാതെ ആ പൂർവദേഹത്തെ ത്യജതി, അതിനെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഹേ രാജൻ, അല്ലയോ രാജാവേ, ഭൂതങ്ങൾക്ക് മനയേവ ബന്ധമോക്ഷയോ കാരണം, മനസ്സാണ് ബന്ധത്തിനും മോക്ഷത്തിനും കാരണം. ഒന്നും കൂടി പറയാത് യഥാ തൃണജലൂക പൂർവതൃണമത്യക്ത പരം യാതി തഥാ ജനോ മ്രിയമാണോപി പ്രാഗ്ദേഹാഭിമതിം ന ത്യജതി. ഹേ രാജൻ, ഭൂതാനാം മനയേവ ബന്ധമോക്ഷയോ കാരണം. ബന്ധമോക്ഷയോ കാരണം എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം
നോക്കാം. യദാക്ഷൈശ്ചരിതാൻ ധ്യായൻ കർമാണ്യാജിനുതേ സകൃത് സതി കർമ്മണ്യവിദ്യായാം ബന്ധകർമ്മണ്യനാത്മനഃ. യദാക്ഷൈശ്ചരിതാൻ ധ്യായൻ കർമാണ്യാജിനുതേ സകൃത് സതി കർമ്മണ്യവിദ്യായാം ബന്ധഃ കർമ്മണ്യനാത്മനഃ. ആത്മാവല്ലാത്തതിനെ ഗ്രഹിച്ചവൻ, അനാത്മനഃ എന്ന് പറയുന്നുണ്ട്. ആത്മാവല്ലാത്തതിനെ ഗ്രഹിച്ചവൻ അവിദ്യയിൽ ആ ബന്ധം എത്ര കാലമുണ്ടോ, ആ അവിദ്യയിൽ എത്ര കാലം അതിന് ബന്ധമുണ്ടോ അത്രയും കാലം കർമ്മമിരിക്കയാൽ, അയാളുടെ കർമ്മമിരിക്കയാൽ ഇന്ദ്രിയങ്ങളാൽ അക്ഷയി ഇന്ദ്രിയങ്ങളാൽ അനുഭവിച്ചതിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ധ്യായൻ അസകൃത് പിന്നെയും ആ കർമ്മങ്ങൾ ചെയ്യണു എന്നുള്ളതാണ് പറയുന്നത്. ഏത് അക്ഷയിശ്ചരിതാൻ ആ ഇന്ദ്രിയങ്ങളിൽ കൂടെ ചരിക്കുന്നു. ധ്യായൻ ആ കർമ്മവാസനകളെ ചിന്തിച്ചുകൊണ്ട്. ധ്യായൻ അജിനുതേ സകൃത് ചിന്തിച്ചുകൊണ്ട് ആ പിന്നെയും ആ കർമ്മങ്ങളെ അജിനുതേ ചെയ്യുന്നു. സകൃത് സതി കർമ്മണ്യവിദ്യായാം ബന്ധകർമ്മണ്യനാത്മനഃ. അനാത്മനഃ ആ ആത്മാവല്ലാത്തതിനെ ഗ്രഹിച്ചവൻ അവിദ്യായാം ആ അവിദ്യ കൊണ്ട് ബന്ധം എത്ര കാലമുണ്ടോ അവിദ്യയുമായിട്ടുള്ള അജ്ഞാനവുമായിട്ടുള്ള ബന്ധം എത്ര കാലമുണ്ടോ അപ്പോഴെല്ലാം ആ കർമ്മം ഇരിക്കയാൽ കർമ്മണ്യവിദ്യായാം ബന്ധഃ അത്ര കാലവും ആ കർമ്മം ഇരിക്കയാൽ അക്ഷയി ആ ഇന്ദ്രിയങ്ങളാൽ അനുഭവിച്ചവയെ തന്നെ ചിന്തിച്ചുകൊണ്ട് ആ പിന്നെയും ആ കർമ്മങ്ങൾ ചെയ്യണു എന്നർത്ഥം. അതാണ് യത് അക്ഷയിശ്ചരിതാൻ ധ്യായൻ കർമാണ്യാജിനുതേ സകൃത് സതി കർമ്മണ്യവിദ്യായാം ബന്ധഃ കർമ്മണ്യനാത്മനഃ. അനാത്മനഃ എന്ന് പറഞ്ഞാൽ ആത്മാവല്ലാത്തതിനെ ഗ്രഹിച്ചവൻ. അവിദ്യായാം അവിദ്യയിൽ ബന്ധം യഥാ എത്ര കാലമുണ്ടോ അപ്പോഴെല്ലാം കർമ്മണി സതി കർമ്മം ഇരിക്കയാൽ അക്ഷയി ഇന്ദ്രിയങ്ങളാൽ ചരിതാൻ അനുഭവിച്ചവയെ തന്നെ ധ്യായൻ ചിന്തിച്ചുകൊണ്ട് അസകൃത് പിന്നെയും കർമാണി കർമ്മങ്ങൾ ആചിനുതേ ചെയ്യുന്നു. എന്നുകൂടി പറയാം. അനാത്മനഃ ആത്മാവല്ലാത്തതിനെ ഗ്രഹിച്ചവൻ അവിദ്യായാം അവിദ്യയിൽ ബന്ധം യഥാ എത്ര കാലമുണ്ടോ അപ്പോഴെല്ലാം കർമ്മണി സതി കർമ്മമിരിക്കയാൽ അക്ഷയി ഇന്ദ്രിയങ്ങളാൽ ചരിതാൻ അനുഭവിച്ചവയെ തന്നെ ധ്യായൻ ചിന്തിച്ചുകൊണ്ട് അസകൃത് പിന്നെയും കർമാണി കർമ്മങ്ങൾ ആചിനുതേ കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അനാത്മനഃ അവിദ്യായാം ബന്ധഃ യഥാ കർമ്മണി സതി അക്ഷൈ ചരിതാൻ ധ്യായൻ അസകൃത് കർമാണി ആചിനുതേ. എന്നുകൂടി പറയാം. അനാത്മനഃ അവിദ്യായാം ബന്ധഃ യഥാ കർമ്മണി സതി അക്ഷൈ ചരിതാൻ ധ്യായൻ അസകൃൽ കർമാണി ആചിനുതേ. ആത്മാവല്ലാത്തതിനെ ഗ്രഹിച്ചവൻ ആ അവിദ്യയിൽ ബന്ധം എത്ര കാലമുണ്ടോ അപ്പോഴെല്ലാം ആ കർമ്മമിരിക്കയാൽ ആ ഇന്ദ്രിയങ്ങളാൽ അനുഭവിച്ചവയെ തന്നെ ചിന്തിച്ചുകൊണ്ട് പിന്നെയും കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചതിനെ തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ച് കർമ്മങ്ങളിൽ വ്യാപരിക്കുന്നു. അങ്ങനെ കർമ്മവാസനയും അതിന് കാരണമായിരിക്കുന്ന അവിദ്യയും നശിക്കുന്നില്ല. അങ്ങനെ ശരീരത്തിൻ്റെ കർമ്മം തൻ്റേതെന്ന് അഭിമാനിച്ചിട്ട് കർമ്മബന്ധ വിമുക്തി ലഭിക്കാതെ സംസാരത്തിൽ ഉഴലുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ച വിഷയങ്ങളെ തന്നെ ധ്യാനിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും എപ്പോൾ കർമ്മങ്ങൾ ചെയ്യുന്നു അപ്പോൾ ആ കർമ്മവാസനയും അതിന് കാരണമായിരിക്കുന്ന അവിദ്യയും നശിക്കുന്നില്ല. ശരീരാദികളുടെ കർമ്മത്തിൽ തൻ്റേതെന്ന അഭിമാനവും ഉണ്ടാകുന്നു. ഇപ്പോൾ ഒരു ദേഹത്തെ വെടിഞ്ഞ ശേഷം മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നതിനിടയിൽ സ്ഥൂല ശരീര സംബന്ധമില്ലാതിരിക്കുന്ന സമയം സുഖദുഃഖങ്ങളെ അനുഭവിക്കാത്തതായ സംസാര സംബന്ധം ആ ജീവാത്മാവിനും ഉണ്ടാവുകയില്ലല്ലോ എന്ന ശങ്കയെ പരിഹസിച്ചുകൊണ്ട് ആ പുൽച്ചെടികളിൽ സഞ്ചരിക്കുന്ന സമയം ആദ്യം പിടിച്ചിരിക്കുന്ന ഭാഗത്ത് മുഴുവനും വിടാതെ ഏകദേശഭാവത്തെ വിട്ടും മറ്റൊന്നിനെ അല്പമായി ഗ്രഹിച്ചും കൊണ്ട് ഗമിക്കും. രണ്ടാമത്തേതിൽ പിടുത്തം കിട്ടിയാൽ
ഒന്നാമത്തേതിനെ പൂർണ്ണമായിട്ടും വിടും. ഇതുപോലെ ഒരു സ്ഥൂലത്തെ വിട്ട് അന്യമായിരിക്കുന്ന സ്ഥൂല ശരീരം ലഭിക്കാനുള്ള കർമ്മപരിഭാഗാവസ്ഥയെ എത്തുന്നത് വരെ ജീവൻ ആ പൂർവ്വ ശരീരാഭിമാനത്തെ വിടുകയില്ല. അപ്പോൾ മനസ്സ് തന്നെ ആ സംസാര കാരണം എന്നതിനെ ഉറപ്പിക്കുന്നു. അന്ധകരണാദികളിൽ ഞാൻ എന്നുള്ള ഭാവരൂപമായിരിക്കുന്ന അധ്യാസം ഉള്ളിടത്തോളം കാലം ആത്മസ്വരൂപം അറിയപ്പെടാതെ ഇരിക്കും. അതുനിമിത്തം ശുഭം അശുഭം എന്ന രൂപത്തിലിരിക്കുന്ന ആ കർമ്മങ്ങളെ ചെയ്യും. ആ കർമ്മമുള്ളപ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ആ സുഖദുഃഖാനുഭവ രൂപമായിരിക്കുന്ന ഭോഗവും ഉണ്ടാവും. ആ ഇന്ദ്രിയങ്ങളിൽ കൂടി അനുഭവിച്ച് ആ ഭോഗങ്ങളെ മനസ്സുകൊണ്ട് ധ്യാനിക്കിയാൽ പിന്നെയും അപ്രകാരമുള്ള ആ ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങളെ ചെയ്യും. ഇങ്ങനെ ആ സംസാരം നശിക്കാതെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. അതോ വിശ്വം, ഇപ്രകാരം വിശ്വം തദാത്മകം പശ്യൻ, അപ്പോൾ തദാ ജീവ, അപ്പോൾ ആ ജീവൻ ഇന്ദ്രിയൈ രൂപഭുക്താൻ, ഇന്ദ്രിയങ്ങളിലൂടെ ആ ഇന്ദ്രിയങ്ങളിലൂടെ ആ ഭോഗങ്ങളെ വീണ്ടും അനുഭവിച്ചുകൊണ്ട് ധ്യായൻ അസകൃൽ, ധ്യാനിച്ചുകൊണ്ട് സർവകാലവും കർമാണി സമ്പാദ്യത, കർമ്മങ്ങളെ സമ്പാദിച്ചുകൊണ്ട് തദാ വിദ്യായാം, ആ അവിദ്യയിൽ സത്യാം ജീവസ്യ കർമ്മണി, സത്യമായിരിക്കുന്ന ജീവൻ്റെ കർമ്മത്തിൻ്റെ അവിദ്യ കൊണ്ട് ആ ജീവൻ്റെ കർമ്മത്തിലുള്ള ബന്ധത്തിൽ പെട്ടുകൊണ്ട് അങ്ങനെ കിടക്കും. സംസാരബന്ധം വിടാതെ കിടക്കുന്നർത്ഥം. തദാ ജീവ ഇന്ദ്രിയൈരുപഭുക്താൻ ധ്യായൻ അസകൃൽ കർമാണി സമ്പാദയതേ. അങ്ങനെ ആ ഇന്ദ്രിയ ഭോഗങ്ങളിൽ പെട്ടിട്ട് അതിനെ ചിന്തിച്ചുകൊണ്ട് അനവധി കർമ്മങ്ങളെ സമ്പാദിച്ചു കൊണ്ടിരിക്കും. തദാ വിദ്യായം, അങ്ങനെ അപ്രകാരം ആ വിദ്യ കൊണ്ട് സത്യം എന്തെന്നറിയാതെ ജീവസ്യ കർമ്മണി, ജീവൻ്റെ ആ കർമ്മം ബന്ധോ ഭവതി, കർമ്മത്തിൻ്റെ ബന്ധം അവിടെ വിടുന്നില്ല, അത് ഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. സത്യാം ജീവസ്യ കർമ്മണി ബന്ധോ ഭവതി. അപ്പം തദാ ജീവ ഇന്ദ്രിയൈരുപഭുക്താൻ ധ്യായൻ അസകൃൽ കർമാണി സമ്പാദയത്തെ തദാ വിദ്യായാം സത്യാം ജീവസ്യ കർമ്മണി ബന്ധോ ഭവതി എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. ഹരേ കൃഷ്ണ. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം.